നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗികാരോപണ പരാതിയിലെ രണ്ടാമത്തെ പരാതിക്കാരി 23 വയസ്സുകാരിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹോം സ്റ്റേയിൽ എത്തിച്ച് പീഡിപ്പിച്ചെന്ന് കാട്ടി ബംഗളൂരിൽ താമസിക്കുന്ന 23 വയസ്സുകാരി നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ വാദം തുടങ്ങിയിരിക്കുകയാണ്. അതിജീവിതയുടെ മൊഴി പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ക്രൂരമായ പീഡനത്തിന് ഇരയായി എന്നാണ് മൊഴി. അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയുണ്ടായി. കേസിൽ അറസ്റ്റ് തടഞ്ഞ് താൽക്കാലിക ഉത്തരവ് ഇറക്കണമെന്ന രാഹുലിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു. വിവാഹ വാഗ്ദാനം നൽകിയാണ് ബന്ധം സ്ഥാപിച്ചതെന്ന് യുവതിയുടെ മൊഴിയിലുണ്ട്. സംസാരിക്കാനെന്ന് പറഞ്ഞാണ് ഹോം സ്റ്റേയിലെ മുറിയിലേക്ക് കൊണ്ടുപോയത്. ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമാണ് നടത്തിയത്. ഐ വാണ്ടഡ് ടു റേപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിട്ടും ലൈംഗിക അതിക്രമം തുടർന്നു. ലൈംഗിക അതിക്രമത്തിന് ശേഷം വിവാഹം ചെയ്യാനാകില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. ആ പറച്ചിൽ കേട്ട് മാനസികമായും ശാരീരികമായും തകർന്നു. വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടക്കുകയുണ്ടായി. ഫോൺ എടുത്തില്ലെങ്കിൽ തെറി വിളിക്കും. വീടിന്റെ പരിസരത്തേക്ക് കാറുമായി വന്ന് കൂടെ വരാൻ പലവട്ടം ആവശ്യപ്പെട്ടു. നമുക്കൊരു കുഞ്ഞു വേണമെന്ന വിചിത്ര ആവശ്യം രാഹുൽ ഉന്നയിച്ചു. രാഹുലിനെ പേടിയാണ്. കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് പേടിയുണ്ട് എന്നും അന്വേഷണ സംഘത്തോട് അതിജീവിത മൊഴി നൽകിയിരിക്കുകയാണ്. പ്രോസിക്യൂട്ടർ സീൽ വെച്ച കവറിൽ മൊഴി സമർപ്പിക്കുകയുണ്ടായി. മറ്റൊരു യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് ഹൈക്കോടതി നേരത്തെ തടഞ്ഞിരുന്നു. ഹർജി അടുത്ത തവണ പരിഗണിക്കുന്ന 15 വരെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് ജസ്റ്റിസ് K. ബാബുവിന്റെ ഉത്തരവ്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായതിനു പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കണ്ടെത്താൻ പുതിയ സംഘത്തെ പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ വാദം തുടങ്ങിയിരിക്കുന്നു. എന്തായിരിക്കും ഈ ഒരു വാദത്തിന്റെ ഒടുവിൽ കിട്ടുക? മാത്രമല്ല, ഈ ഒരു പെൺകുട്ടിയുടെ, അതായത് രണ്ടാമത്തെ പരാതിക്കാരിയുടെ മൊഴി SP പൂങ്കുഴലിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയും ഡിജിറ്റൽ തെളിവുകളും കോടതിയിൽ നൽകിയിരിക്കുകയാണ്. എന്തായാലും വാദം തുടങ്ങി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമോ അതോ ജാമ്യം കിട്ടുമോ? പ്രത്യേകിച്ച് ഈ കേസിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല കോടതി. അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടാനുള്ള സാധ്യതകളും വളരെ കുറവാണെന്ന് തന്നെയാണ് നിഗമനം. SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയത്. കേസിൽ അതിജീവിതയുടെ മൊഴിയെടുത്തതായി പ്രോസിക്യൂഷൻ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിന് പുറത്തു നിന്നാണ് പെൺകുട്ടിയുടെ മൊഴിയെടുത്തത്. ക്രൂര ലൈംഗിക അതിക്രമത്തിന്റെ വിവരങ്ങൾ അതിജീവിത മൊഴിയിൽ രേഖപ്പെടുത്തി. വിവാഹ വാഗ്ദാനം നൽകിയാണ് ബന്ധം സ്ഥാപിച്ചതെന്നും സംസാരിക്കാനെന്ന് പറഞ്ഞ് ഹോം സ്റ്റേയിലെ മുറിയിലേക്ക് കൊണ്ടുപോയി അതിക്രൂര ലൈംഗിക ബന്ധത്തിനിടയാക്കിയതടക്കമുള്ള ആ ഒരു വെളിപ്പെടുത്തൽ. പാനിക് അറ്റാക്ക് ഉണ്ടായി, ശ്വാസമുട്ടൽ ഉണ്ടായി, എന്നിട്ടും വിട്ടില്ല, അത് തുടർന്നുകൊണ്ടേയിരുന്നു എന്നതടക്കമുള്ള ഭീകരമായിട്ടുള്ള ഒരു മൊഴിയാണ് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ കുറ്റക്കാരനാക്കി സംസാരിക്കുന്ന, അല്ലെങ്കിൽ കുറ്റാരോപിതൻ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോടതി വിധി വരുന്നതുവരെ രാഹുലിനെ ഒരു കുറ്റക്കാരനായി നമ്മൾ കാണാൻ സാധിക്കില്ല എന്നൊരു പ്രതികരണവുമായി സാമൂഹിക നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. സാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നമുക്കറിയാം. ഇപ്പോൾ 12ാം ദിവസത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഇത്തരത്തിൽ ഒളിവിലായിരിക്കുന്ന രാഹുലിന് ഗുണമാണോ ദോഷമാണോ? എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? നമ്മുടെ ഒളിവിലാണ് എന്നുള്ള ആ ഒരു വാക്യം തന്നെ, അല്ലെങ്കിൽ ആ വാചകം തന്നെ തെറ്റായിട്ടുള്ളതാണ്. ആരാണ് പറഞ്ഞത് രാഹുൽ ഒളിവിലാണ് എന്ന്? നമുക്ക് പറയാൻ അവകാശമില്ല. അദ്ദേഹം ഒളിവിലാണെന്നുള്ളതിന് എന്ത് തെളിവാണ് നമുക്കുള്ളത്? അദ്ദേഹം വെളിവിലില്ല എന്ന് പറയുന്നതിന്റെ. അദ്ദേഹം ഒരു വ്യക്തിയാണ്, MLA എന്നുള്ളതിലുപരി ഒരു വ്യക്തിയാണ്. അദ്ദേഹം എവിടെങ്കിലും ഉണ്ടാവും, ഉണ്ടാവാതിരിക്കാം. അപ്പോ ഇത് കോടതിക്ക് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. അദ്ദേഹം ഒളിവിലാണ്, ഞാൻ ഒളിവിലാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും നമ്മള് ഈ സ്ത്രീകളുടെ മൊഴികൾക്കാണല്ലോ നമ്മളിപ്പോ വില കൊടുക്കുന്നത്. അതുപോലെ തന്നെ രാഹുലിന്റെ മൊഴികൾക്കും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു വിലയുണ്ട്, വില കൽപ്പിക്കുന്നുണ്ട് കോടതികൾ, നമ്മൾ കൽപ്പിച്ചാലും ഇല്ലെങ്കിലും. അതുകൊണ്ടാണ് രാഹുലിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് S. രാജീവ് അതിശക്തമായിട്ട് സുജയ പാർവതി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരോട് തട്ടിക്കയറിയത്. നിങ്ങൾക്ക് ആരാണ് തെളിവ് തന്നത് രാഹുൽ ഒളിവിലാണ്? നിങ്ങൾ അങ്ങ് വിധികർത്താക്കളാവുകയാണോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചത്. അതുപോലെ തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹം രതി വൈകൃതം ആണ് കാണിച്ചത്. ഇതൊക്കെ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് വാർത്താ ലേഖകർ. അത് ശരിക്കും കോടതി അലക്ഷ്യമാണ്, കോടതിയോടുള്ള ധിക്കാരമാണ്. ഇതൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലും വിചാരണയുടെ അടിസ്ഥാനത്തിലും അതിന്റെ വിധി പുറപ്പെടുവിക്കേണ്ടത് കോടതിയാണ്. എന്നിരിക്കെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി സ്വയം ആ കോടതിയുടെ ഒരു അധികാരം സ്വയം കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും നമ്മുടെ ഭാരതീയ ന്യായ ശാസനയുടെ പരസ്യമായിട്ടുള്ള ലംഘനവുമാണ്. ഇദ്ദേഹം ഇങ്ങനെയുള്ള ആളാണ്. ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെതാണോ കുട്ടി
ഈ കാര്യങ്ങളൊക്കെ മതിയായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും മൊഴികളുടെ അടിസ്ഥാനത്തിലും പറയേണ്ടത് കോടതിയാണ്, കോടതി മാത്രമാണ്, മാധ്യമപ്രവർത്തകരല്ല, മുഖ്യമന്ത്രിയുമല്ല എന്നുള്ളത് തീർച്ചയാണ്. അല്ല പ്രതികളല്ല, പ്രതികൾ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു മുൻവിധി വെച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്. അദ്ദേഹം ഒളിവിൽ പോയി എന്നൊക്കെ പറയും. പോലീസിന് പിടികിട്ടിയില്ല, അപ്പോൾ അവർ പിടികിട്ടാ പുള്ളിയായിട്ട് പ്രഖ്യാപിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. പണ്ടൊരിക്കല് ഒരു കേസില് കേരള മലയാള മനോരമയുടെ ചീഫ് എഡിറ്ററും ഉടമയുമായിട്ടുള്ള കണ്ടത്തിൽ കുടുംബത്തിലെ KM മാത്യുവിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു ഉത്തരവ് വന്നിരുന്നു. ഈ കേസ് ജനാധിപത്യ ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്താണ്. ജനാധിപത്യ ഗവൺമെന്റ് അതിനു മുമ്പ് നേരത്തെ സർ CP ഉത്തരവിട്ടിരുന്നു. അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ, അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ, അങ്ങനെ ആ ലെവലിലുള്ള ആൾക്കാരെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. അത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കേസിലാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ജനാധിപത്യ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ KM മാത്യുവിനെതിരെ കോടതി പുറപ്പെടുവിച്ച നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു. പക്ഷെ ഗവൺമെന്റ് അന്ന് മലയാള മനോരമയുടെ ഉടമയായ KM മാത്യുവിന്റെ പക്ഷത്തായിരുന്നു. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു പക്ഷം തങ്ങൾക്ക് കിട്ടുകയില്ല. മലയാള മനോരമയുടെ ഒരു പക്ഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു പത്രമായിരുന്നു അന്നത്. അതുകൊണ്ട് തന്നെ ആ പത്രത്തിന്റെ ഒരു ആനുകൂല്യം തങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരുന്നു. അദ്ദേഹം കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലുള്ള മൗണ്ട് വാർത്തയിലുണ്ടായിരുന്നു അപ്പോഴും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഭരണകൂടവും ഈ പത്രസ്ഥാപനവും തമ്മിൽ എത്തിച്ചേർന്ന ഒരു നിഗമനം, ആ ഒരു നിഗമനം ഒരു തന്ത്രം ഇങ്ങനെയായിരുന്നു. അതായത് KM മാത്യുവിനെ പിടികിട്ടാ പുള്ളിയായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. എളുപ്പമുണ്ടല്ലോ. അപ്പൊ ഇതിലേക്കും മുള്ളിനും കേടില്ലാതെ പത്രത്തിന്റെ ആനുകൂല്യവും ഒരു പക്ഷപാതവും തങ്ങൾക്ക് കിട്ടുമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് നടന്ന സംഭവമാണ്. നമ്മുടെ ചരിത്രത്താളുകളിലോ അല്ലെങ്കിൽ പഴയ പത്രത്താളുകളോ അത് മൈക്രോഫിലിം ചെയ്തിട്ട് മലയാള മനോരമയിൽ തന്നെ വെച്ചിട്ടുണ്ട്, ഓഫീസിൽ തന്നെ വെച്ചിട്ടുണ്ട്. പരിശോധിച്ചാൽ ഏതൊരു പത്രപ്രവർത്തകനും മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗവൺമെന്റ് അങ്ങനെ ഒരു നയം സ്വീകരിച്ചു. അപ്പോൾ ഗവൺമെന്റ് പറയുന്നതാണ് കോടതി സ്വീകരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന് എന്നുള്ള നിഗമനത്തിലെടുത്തി. വാസ്തവത്തിൽ അതൊരു തട്ടിപ്പായിരുന്നു, പോലീസിന്റെ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു തട്ടിപ്പായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പല സൂത്രങ്ങളും നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഒരു ഗവൺമെന്റിന് അങ്ങനെ പെരുമാറാമെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തികൾക്കും രാഹുൽ ചെയ്തിട്ടില്ലാത്ത കുറ്റങ്ങളും മൊഴിയായിട്ട് ആരോപിക്കാമല്ലോ. അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടല്ലോ. സരിതാ നായരുടെ കാര്യത്തിൽ, അതുപോലെ സ്വപ്ന സുരേഷിന്റെ കാര്യത്തിൽ ഒക്കെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അല്ലാതെ തന്നെ ശരിയായിട്ടുള്ള രീതിയിലാണെങ്കിൽ യാമിനി എന്ന് പറയുന്ന ഗണേശിന്റെ കാര്യത്തിൽ, മന്ത്രിയായിട്ടുള്ള ഗണേശിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ ആദ്യത്തെ ഭാര്യ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ മുകേഷ് MLA ആദ്യത്തെ ഭാര്യ, അദ്ദേഹം പിന്നെ 2 വിവാഹങ്ങൾ കഴിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ അവര് കൊടുത്ത മൊഴികളെന്ന് പറഞ്ഞ് ഇതിനേക്കാൾ വളരെ ക്രൂരമായ രീതിയിൽ ഭർത്താക്കന്മാർ തങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള കേസുകളും ഇവിടെ നിലനിൽക്കുകയാണല്ലോ. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെയാണിപ്പോൾ വളഞ്ഞിട്ട് വേട്ടയാടുന്നത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി ചേർന്നു. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഇതുപോലെ സമാനമായിട്ടുള്ള കുറ്റം ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ കുറ്റ ആരോപിതരെ എന്നേ നമുക്ക് പറയാൻ പറ്റൂ. രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനീ പറഞ്ഞ 3 കക്ഷികൾ, അത് ഗണേഷ് കുമാറും അതുപോലെ തന്നെ മുകേഷും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും എല്ലാം തന്നെ കുറ്റാരോപിതരാണ്. അതുപോലെ വിൻസെന്റ് MLA, എൽദോസ്, ഇവരും കുറ്റാരോപിതരാണ്. PJ ജോസഫ് പണ്ട് കുറ്റാരോപിതനായിരുന്നു, PK കുഞ്ഞാലിക്കുട്ടി പണ്ട് കുറ്റാരോപിതനായിരുന്നു, അതുപോലെ AK ശശീന്ദ്രൻ വളരെ 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 പോക്സോ നിലവാരത്തിലെത്തുന്ന ഒരു കേസിലെ ആരോപിതനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെ ഇതെല്ലാം നിലനിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ഇത് ആദ്യമായിട്ട് കേരളത്തിൽ ഇതിനൊരു മാതൃക സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു പൈതൃകം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് ശരിയല്ല. ഇതൊക്കെ കോടതി തീരുമാനിക്കട്ടെ.